നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മെർക്കുറി അഥവാ ബുധൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. ബുധനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കണം. ഞാൻ എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ പറയും അതിൻ്റെ കാരകത്വം എന്താണെന്ന് ഒന്ന് പോയി നോക്കണം. എന്നാലും ബുധൻ്റെ പൊതു കാരകത്വം എന്ന് പറയുന്നത് വാക്ക്, വിദ്യ, ബുദ്ധിശക്തി, മേധാശക്തി, ഹാസ്യ നൈപുണ്യം, അതായത് ഹ്യൂമർ സെൻസ്, അറിവ്, കൗശലം, ഗണിതത്തിലുള്ള മികവ്, കഴിവുകൾ, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ കഴിവ്, എഴുതാനുള്ള കഴിവ്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവുകൾ, നമ്മുടെ ലൈഫിലൊരു എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, പിശുക്ക്, പത്രപ്രവർത്തനം, IT മേഖലകൾ, കമ്മ്യൂണിക്കേഷൻ അല്ലേ അത്. ഇപ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ, ന്യൂറോ ആയിട്ടുള്ള ഇഷ്യൂസ്, ത്വക്കിൽ വരുന്ന അലർജികൾ, ത്വക്ക് രോഗങ്ങൾ പലതും, പ്രസംഗം, പ്രഭാഷണം എന്നിവയിലുള്ള നൈപുണ്യം, നന്നായിട്ട് സംസാരിക്കാനും ആൾക്കാരെ കയ്യിലെടുക്കാനുമുള്ള കഴിവ്, കവിത്വം, രാജസഗുണം, അതേപോലെ പച്ച നിറം, മരതകം, പച്ചക്കല്ലല്ലേ മരതകം, അതുപോലെ തന്നെ അറിവ്, സെക്കൻഡ് ഓർഡർ നോളജുകൾ, സർട്ടിഫിക്കേഷൻ്റെ എക്സാമുകളിലൊക്കെ നന്നായിട്ട് പാസ്സാവുന്നത്, പുസ്തക കച്ചവടം, ലൈബ്രറി, അതേപോലെ മാനസിക വളർച്ച, വിനോദയാത്ര, അങ്കിൾ ആൻറ്റി കസിൻസ് ഒക്കെ, അല്ലെങ്കിൽ അമ്മാവൻ അമ്മാവി, അതുപോലെ കസിൻസൊക്കെ, താമ്പൂലം ചവയ്ക്കുന്നത് ശീലമാക്കുന്നത്, വേദാന്ത ചിന്ത, ഉന്മാദം, അതിൽ ഈ ഹൈപ്പർ ഡിപ്രഷൻ, അതായത് കുറച്ച് ഉയർന്ന ഉന്മാദ അവസ്ഥകൾ, ഹാലൂസിനേഷൻ, രാഹുവായിട്ട് ബന്ധം വരുമ്പം, ശനിയുമായിട്ട് ബുധന് ബന്ധം വരുമ്പം ഹൈപ്പോ ഡിപ്രഷൻ, അതായത് കുറച്ച് തളർന്നിരിക്കുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ന്യൂറൽ ഡിസീസുകൾ, സന്നിപാതം, അതേപോലെ മൂത്രതടസ്സ രോഗങ്ങൾ, അതേപോലെ നെർവ്സിന് പൊതുവെയുള്ള പ്രശ്നങ്ങൾ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗോസിപ്പ്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ഗോസിപ്പുകൾ, മനോവ്യാകുലതകൾ, ഗണിതം, ഇതെല്ലാമാണ് ബുധൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരകത്വം എന്ന് പറയുന്നത്. ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിക്ക് പൊതുവെ പ്രായേണ ബുദ്ധിശക്തി കുറച്ച് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ച മാനസിക വൈകല്യമല്ല, ന്യൂറൽ ഡിസീസുകൾ വരാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് അറിവുകളുണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ വരുന്നതായിട്ട് എനിക്കങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ജലരാശിയിൽ നിൽക്കുന്ന ബുധനും മൗഢ്യവും ഒക്കെയാണ് സംഭവിച്ചെങ്കിൽ ഇവർ അറിവുകൾ എപ്പോഴും വെള്ളത്തിനടിയിൽ കിടക്കുന്ന രത്നത്തെ പോലെ പുറത്ത് കാണാതെ ഇരിക്കും. അതുപോലെ തന്നെ വാക്ക് പിഴയ്ക്കുക, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വേറൊരാൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. പ്രത്യേകിച്ച് മൂന്നാം ഭാവവും കൂടെ പിഴച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ പറയുന്നത് മനസ്സിലാവത്തില്ല. മൂന്നാം ഭാവവും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാരകനായിട്ടുള്ള ഈ ബുധനും രണ്ടും ജാതകത്തിൽ കുളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നതായിരിക്കത്തില്ല, ഇവർ പറയുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതിനകത്ത് വരാം. അതുപോലെ തന്നെ കാൽക്കുലേഷൻസിൻ്റെ ആളുകളല്ലേ ഇവർ. അപ്പം ഇവർക്ക് വഴങ്ങുന്ന ഒരുപാട് മേഖലകളുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ടൻ്റ്, IT മേഖലകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ ഇവർ പരാജയപ്പെടും. ഇവരുടെ കണക്കൂട്ടലുകൾ മിക്കപ്പോഴും പരാജയമായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഭയം, ഉൾവലിഞ്ഞ് നിൽക്കാനുള്ള ഒരു സ്വഭാവം, അത് പ്രത്യേകിച്ച് ഈ ബുധൻ്റെ കഥ പുരാണത്തിൽ പറയുന്നത് ഡീകോഡ് ചെയ്താൽ തന്നെ അത് മനസ്സിലാവും. എപ്പോഴും ഇവർ ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലായിടത്തും ഞങ്ങളൊരു സംഭവമാണെന്ന്, അതായത് നന്നായിട്ട് ഹാസ്യം പറയും, നന്നായിട്ട് കെയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യിക്കും എന്നൊക്കെ അത് പറയും. പക്ഷേ ഇവർക്കൊരു മോട്ടീവ് ഉണ്ടാവും. റിയൽ അല്ല ബുധൻ. വ്യാഴവും ബുധനും തമ്മിൽ നോക്കുമ്പം വ്യാഴത്തിൻ്റെ അറിവ് വായിൽ നിന്ന് വരുന്നത് അവരുടെ മനസ്സിൽ നിന്നായിരിക്കും. ബുധൻ്റെ അറിവെന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്നുമായിരിക്കും വരുന്നത്. ഈ ഒരു വ്യത്യാസം ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്നു, എനിക്ക് വലിയൊരു തിരിച്ചറിവ് വരുന്നത് ജീവിതത്തിൽ കുറേ ആൾക്കാരെ കണ്ടപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണത്.
ഈ 5-ാം ഭാവവും 7-ാം ഭാവവും എന്താണ് രണ്ടായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രണയഭാവം വേറെയാണ്, വിവാഹഭാവം വേറെ എന്താണെന്നുള്ളത്. അത് ഒരുപാട് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പ്രണയമല്ല വിവാഹം, വിവാഹമല്ല പ്രണയം, രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് വരുന്ന അത്യപൂർവം ആൾക്കാരൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് അറിവല്ല ജ്ഞാനം, ജ്ഞാനമല്ല ബുദ്ധി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓർഡർ മറ്റുള്ളവരുടെ ജ്ഞാനത്തെ തൻ്റെ ബുദ്ധിയായിട്ട് കാണാപ്പാഠം പഠിച്ച് പുനർശ്രദ്ധിച്ച് മാർക്ക് മേടിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ബുദ്ധിമാന്മാരാണ്. പക്ഷെ അത് ജ്ഞാനമല്ല, അവർക്ക് ആ വിഷയത്തിൽ ഒരു എക്സ്പീരിയൻസും കാണില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓർഡറാണ്. അപ്പം ബുധൻ എപ്പോഴും ഉള്ളിൽ തട്ടിയല്ല ബുദ്ധിയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് ഓർക്കുക. വ്യാഴം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നാണ് വരുന്നത്, മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്നുമാണ് വരുന്നത്. ഇത് രണ്ടാണ്. പെർഫോമൻസ് ചിലപ്പോൾ കാണുമ്പോൾ ഒരുപോലെ തോന്നിയാലും എന്തൊരു അറിവാന്നൊക്കെ തോന്നിയാലും, പക്ഷെ വ്യാഴം ശുദ്ധവും മറ്റേത് പഠിച്ചു വെച്ചിരിക്കുന്നതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും അപക്വത പ്രകടിപ്പിക്കുക, പക്വതയില്ലായ്മ പലയിടത്തും കാണാം. അതുപോലെ തന്നെ വിഡ്ഢിത്തരങ്ങൾ, അബദ്ധങ്ങൾ പറയുക, അതുപോലെ തന്നെ ഇങ്ങനെ പകൽക്കിനാവുകളിൽ വ്യവഹരിക്കുക, മനോനിയന്ത്രണമില്ലാതെ വരിക. ജീവിതത്തിൽ എപ്പോഴും ഇവർക്കൊരു ചോദ്യചിഹ്നമായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നം എപ്പോഴും ഉണ്ടാകും. ഒന്നിലും ഒരു തൃപ്തി വരില്ല, മൊത്തം അഭിനയമായിരിക്കും. രാഹുവുമായിട്ട് ബന്ധപ്പെട്ടാൽ, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാൽ, ശനിയുമായിട്ട് ബന്ധപ്പെട്ടാലൊക്കെ പൊതുവെ ബുധൻ ഒരു വൈശ്യഗ്രഹമാണ്. ലാഭം നോക്കും, എല്ലാത്തിലും എനിക്ക് എന്ത് ലാഭം എന്ന് നോക്കും. ബുധനെ വിലപ്പെടുന്നവർ എത്ര നമ്മളോട് ഇടപഴകിയാലും അവർക്കൊരു ലാഭം കണ്ണുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രനെ പോലെ തന്നെ പെട്ടെന്നൊരു വിഷയത്തോടെ മടുപ്പ് വരുന്നൊരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വാർത്ഥപരമായ ചിന്ത ബുധനുണ്ടാവും എന്നുള്ളതാണ്. ബുധനൊരു സ്വാർത്ഥ ഗ്രഹമാണ്. ചന്ദ്രനും സ്വാത്വികരാണ്, പക്ഷേ സ്വാർത്ഥഗ്രഹം. ബുധൻ എന്തിനോട് ചേരുന്നു അതുപോലെ ആവും. മോശം ആൾക്കാരോട് കൂടിയ മോശം ആളാവും, നല്ലതാണെങ്കിൽ നല്ലതാവും. ഇപ്പോൾ ഒരാളോട് സ്നേഹത്തിലിരിക്കുകയാണ്, നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ അപ്പോൾ അതിനേക്കാളും നല്ലൊരെണ്ണം വന്ന് ഇവർക്കൊരു അവൈലബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചോയ്സ് അങ്ങ് മാറും. പെട്ടെന്ന് ആ ചോയ്സ് അങ്ങ് മാറും. ചന്ദ്രനും ബുധനും കൂടെ യോഗം ചെയ്താൽ ഉറപ്പിച്ചു അത് പെട്ടെന്ന് മാറും. അതെല്ലാ മേഖലകളിലും, സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു രീതികൾ കാണാം. ബുധൻ വളരെ, ഞാൻ പലപ്പോഴും ബുധൻ്റെ വീഡിയോസിൽ ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം ഇത് ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും റിപ്പീറ്റഡായിട്ട് വന്നൊരു അനുഭവമാണ്. അതുകൊണ്ടത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതും നന്നായിരിക്കും. അതേപോലെ തന്നെ ഈ ബുധന് വിലക്കുറവുള്ളപ്പം എഴുത്തുകൾ പുറത്തേക്ക് വരാതിരിക്കും, എഴുത്തുകളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വരാതിരിക്കും, എഴുത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകും, അല്ലെങ്കിൽ തങ്ങളുടെ എഴുത്തും തങ്ങളുടെ കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റി അവർ സക്സസ്ഫുൾ ആവും. പൊതുവേ ഇതാണ്, കൗശലമാണ്, ചതിയാണ്, ഉന്മാദം ഉണ്ടാവും. ബുധന് ബലം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സക്സസ്ഫുൾ ആവാൻ ശ്രമിച്ചാൽ ഇവർക്കൊരു വളർച്ച ഉണ്ടാവില്ല, തൃപ്തി വരില്ല. ബുധന് ബലം കുറയുന്നതുകൊണ്ട് ഒരു പ്രത്യേകതയാണ്. ബുധനും വ്യാഴവും ബലമുള്ള രണ്ടുപേരെ എടുത്തൊന്ന് ഒബ്സർവ് ചെയ്താൽ ഒരാൾക്ക് നല്ല അറിവുണ്ടാവും, ജ്ഞാനമുണ്ടാവും, വേറൊരാൾക്ക് അറിവുണ്ടാവും. പക്ഷേ ഇവർ രണ്ടുപേരും പ്രകടിപ്പിക്കാൻ വരുമ്പോൾ ഈ വ്യാഴത്തിന് ബലമുള്ള ആളുടെ മുഖത്ത് നല്ല തേജസ് ആയിരിക്കും, ഒരു തൃപ്തിയായിരിക്കും. പക്ഷെ ബുധൻ്റെ ബലമുള്ള ഒരാൾക്ക് ഇവർ പറയും, പെർഫോം ചെയ്യും, പക്ഷെ പെട്ടെന്ന് ഇവർ ഡൗൺ ആയാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഇവർ പ്രസൻറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ ആ മുഖത്ത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു വ്യാഴത്തിൻ്റെ ആണെങ്കിൽ ഒരു സ്വാത്വികമായിട്ടുള്ളൊരു വശമായിരിക്കും. വ്യാഴം ബലമുള്ളവർ. ബുധൻ്റെ ആണെങ്കിലും ഇറിറ്റേറ്റഡ് ആവും. അതാണ്, വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും, അഭിനയിക്കും. ശരിക്കും കൗശലമാണ്. ബുധൻ കൗശലത്തിൻ്റെ ആളാണ്, അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാ, ബുധൻ്റെ കൗശലങ്ങൾ എപ്പോഴും പിടിക്കപ്പെടുകയും ചെയ്യും. കേതുവിൻ്റെ കൗശലങ്ങൾ പിടിക്കപ്പെടത്തുമില്ല. അതാണ് കാര്യം. അതുപോലെ തന്നെ ഞരമ്പിൻ്റെ രോഗങ്ങൾ, പിന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുകൾ, അതേപോലെ വരണ്ട സ്കിന്നായിരിക്കും, ചർമ്മരോഗങ്ങൾ വരാം. അതേപോലെ ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ, വെരിക്കോസ് പോലെ നമുക്ക് തോന്നുന്ന ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ, ചിന്തകൾ കാരണം ഉറക്കമില്ലായ്മ, ഫ്യൂച്ചറിനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കും, അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ്, പ്രഷർ വേരിയേഷൻസ്, പിന്നെ ഭയങ്കര ഭയം, അതിഭീകരമായ ഭയമായിരിക്കും. ഒരു ചെറിയ പനി വന്നാൽ പോലും ഫുൾ ചെക്കപ്പ് എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു ഭയം ഉണ്ടാവും. ഇതൊക്കെയാണ് ബുധനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ദോഷപരിഹാരത്തിലേക്ക് പോകാം. പ്രധാനമായിട്ടും ഈ ബുധൻ്റെ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവരും മീനൻ രാശിയിൽ നിൽക്കുന്ന ബുധനുണ്ടല്ലോ, അവരെന്തായാലും അനുഷ്ഠിക്കണം.
ലഗ്നാൽ 6, 8, 12 പോയി നിൽക്കുന്ന ബുധൻ ജാതകത്തിലുള്ളവർ ഈ ബുധന പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. ചന്ദ്രനും ബുധനും കൂടെ യോഗം ചെയ്തിട്ടുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നീതി പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഈ ബുധചന്ദ്ര യോഗത്തിനുള്ള പരിഹാരവും കൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ എത്ര നിങ്ങൾ നീതി പുലർത്താൻ ശ്രമിച്ചാലും നീതി പുലർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. സാത്വികരൊക്കെ ആയിരിക്കും, പക്ഷേ കുടുംബജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പൊതുവെ ബുധൻ ബലക്ഷയം ഉള്ളവർ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവരൊക്കെ ഉറപ്പായിട്ടും ബുധനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്കിതിൻ്റെ പരിഹാരത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഔഷധ സ്നാനത്തിന് വേണ്ട കാര്യങ്ങളുടെ ഞാൻ പറയാം. പുഷ്കരമൂലം, രുദ്രാക്ഷം, തേൻ, കാട്ടുകച്ചോലം, ചെമ്പകപ്പൂവ്, പഞ്ചഗവ്യം, സ്വർണ്ണപ്പൊടി, മുത്തിന്റെ പൊടി, ജാതിക്ക, ഗോരോചനം എന്നിവയെല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ച് 4-1 മാറ്റി അത് തണുപ്പിച്ച് വേണം ആ ജലം കലശക്കുടത്തിൽ നിറയ്ക്കാൻ. അതുപോലെ തന്നെ ചേലയം 6 കഴഞ്ച് ഇടിച്ച് ചതച്ച് ജലത്തിലിട്ട് തിളപ്പിച്ച് പറഞ്ഞ പോലെ 4-1 തിളപ്പിച്ച് വറ്റിച്ച് അത് ആറിച്ച് കലശക്കുടത്തിൽ നിറച്ച് ബുധന്റെ പൂജ കഴിച്ചിട്ട് നമുക്ക് അഭിഷേകം ചെയ്തൊരു പുരോഹിതന്റെ സഹായം തേടണം കേട്ടോ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൂജ കഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ. പ്രധാനമായിട്ടൊരു പുരോഹിതന്റെ സഹായം തേടുന്നത് തന്നെയായിരിക്കും നല്ലതും. അതുപോലെ തന്നെ ബുധപ്രീതിക്കായിട്ട് ചെയ്യേണ്ടത് പച്ച വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. പച്ച നിറം പൊതുവെ ബുധൻ്റെയാണ്. അപ്പോൾ പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത്, പച്ച കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധപ്രീതിക്ക് വളരെ വിശേഷമാണ്. ബുധനാഴ്ച ദിവസം ബുധനാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ദുർഗാപ്രീതി വരുത്തുന്നതും വളരെ വിശേഷമാണ്. ദുർഗാക്ഷേത്രത്തിൽ പച്ച വസ്ത്രം ഭഗവതിക്ക് സമർപ്പിക്കുന്ന ബുധനാഴ്ച ദിവസം ഭഗവതിക്ക് സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. പൊതുവെ അവതാര വിഷ്ണുവാണ് ഇതിനുള്ള പരിഹാരം. അത് നമുക്ക് പഠിക്കാം. പുഷ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി മഞ്ഞ പൂക്കളാണ് പൊതുവെ, പിന്നെ സ്വർണ്ണമല്ലി, അതേപോലെ മഞ്ഞ തെറ്റി, മഞ്ഞ അരളി, കർണികാരം, മഞ്ഞ ജമന്തി തുടങ്ങിയിട്ടുള്ള പൂക്കളാണ് ബുധൻ്റെ വിശേഷ പുഷ്പങ്ങൾ. മഞ്ഞ പൂവാണ് പൊതുവെ, അത് ഓർത്തിരുന്നാൽ മതി. രത്നം എംറാൾഡാണ്, മരതകമാണ് ബുധൻ്റേത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നല്ല പണി അറിയാവുന്ന ഒരാളുടെ അടുത്തു നിന്ന് വേണം ഇത് നോക്കിയെടുക്കാൻ അറിയാവുന്ന മരതകം വാങ്ങി അതിൽ പൂജ കഴിച്ച് ശുദ്ധി വരുത്തി അതിന് ബുധൻ്റെ സാന്നിധ്യം വരുത്തി ക്രിയകൾ കഴിച്ചിട്ട് വേണം അത് ധരിക്കാൻ. വലത്ത് കൈയിൽ ചെറുവിരലിലോ മോതിരവിരലിലോ ഒക്കെയാണ് അത് ധരിക്കേണ്ടത്. അതൊരോരുത്തരുടെ ധനസ്ഥിതി അനുസരിച്ച് വാങ്ങിച്ച് വേണ്ടതുപോലെ ചെയ്തു കൊള്ളുക. അതുപോലെ യന്ത്രധാരണത്തിൽ സംഖ്യായന്ത്രങ്ങളുണ്ട് ബുധൻ്റെ. അതുപോലെ തന്നെ ബുധൻ്റെ തന്നെ യന്ത്രമുണ്ട്. പിന്നെ ബാലഗോപാല യന്ത്രം, വൈഷ്ണവ യന്ത്രങ്ങളിൽ പ്രത്യേകിച്ച് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളെല്ലാം വളരെ വിശേഷമാണ്. ബാലഗോപാല യന്ത്രം, സുദർശന യന്ത്രം, ദശാക്ഷരി ഗോപാല യന്ത്രം, അഷ്ടാക്ഷരി ഗോപാല യന്ത്രം, ചതുരക്ഷരി ഗോപാല യന്ത്രം തുടങ്ങിയിട്ടുള്ള ഗോപാല യന്ത്രങ്ങളെല്ലാം തന്നെ ബുധന് പരിഹാരമായിട്ട് ഇടാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ബുധൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ വിദ്യാഗോപാല യന്ത്രം, വിദ്യാഗോപാലം ജപിക്കുന്നതും വിദ്യാഗോപാല യന്ത്രം ധരിക്കുന്നതും കൃഷ്ണൻ അമ്പലത്തിലും വിദ്യാഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതുമൊക്കെ നല്ലതാണ്. അതുപോലെ ശ്രീരാമയന്ത്രം ധരിക്കാം. സന്താന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ബുധൻ്റെ ദശയാണ് നടക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്താന ഗോപാല യന്ത്രം ധരിക്കാം. അങ്ങനെ വിശേഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്രതങ്ങളാണ്. ബുധനാഴ്ച ദിവസമാണ് ബുധന് പ്രീതിയായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ നവമി ആഘോഷിക്കുമല്ലോ അത്, അതേപോലെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രവും ശ്രീരാമക്ഷേത്രവും ഒക്കെ ദർശിക്കുന്നതും ഒക്കെ വിശേഷമാണ്. അത് ചെയ്യുകയും ചെയ്യുക. അടുത്തത് പൂജയാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ പച്ച വസ്ത്രം വെച്ച് പീഠം വിരിച്ച് ഈ കാണിച്ചിരിക്കുന്ന പത്മത്തിൽ പച്ച വസ്ത്രം വെച്ച് പീഠം വിരിച്ച് പൂജ കഴിച്ച് മഞ്ഞപ്പുഷ്പങ്ങൾ ധാരാളം ഉപയോഗിച്ച് പുഷ്പാഞ്ജലികളും ചെയ്ത് ഭഗവാന് നിവേദ്യ സമയമാകുമ്പോൾ പാല് വീഴ്ത്തിയ ഹവിസ്, അതായത് പൽപ്പായസവും നിവേദിച്ച് പൂജ കഴിക്കാം. അതേപോലെ തന്നെ കടലാടിയാണ് ഇതിൻ്റെ ഹോമദ്രവ്യം അല്ലെങ്കിൽ സമിത്തെന്ന് പറയുന്നത്. 1 ചാൺ നീളത്തിൽ കടലാടി പറമ്പിലൊക്കെ കാണും. നമുക്ക് കടലാടി ഒരുപാട് സുദർശന ഹോമത്തിനൊക്കെ എടുക്കും, നമ്മൾ സ്ഥിരം എടുക്കുന്നതാണ്. കടലാടി 1 ചാൺ നീളത്തിൽ മുറിച്ച് 108, 336,
4 അല്ലെങ്കിൽ 1008 അല്ലെങ്കിൽ 10008 ഒക്കെ യഥാശക്തി അവരവരുടെ കഴിവ് പോലെ ദോഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഹോമത്തിന് ഉപയോഗിക്കുന്നത്. നെയ്യിൽ മുക്കിയാണ് അത് ഹോമിക്കുന്നത്. അതേപോലെ ദാനവസ്തു എന്ന് പറയുന്നത് പയറാണ്, അതുപോലെ മരതകമാണ്, പച്ച വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. അതുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രഹദോഷവും കൂടെ നോക്കിയിട്ട് അതിന് പറ്റുന്ന നിറങ്ങളുണ്ടെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ പഞ്ചസാര, നെയ്യ്, അതേപോലെ മധുരമുള്ള വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതും ഒരു കുട്ടിത്വമുണ്ട് ബുധന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള സാഹചര്യങ്ങൾ, എല്ലാവരും ഇരുന്ന് തമാശ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മ, ഇതിനൊക്കെ ധനം മുടക്കുന്നത്. പക്ഷെ അവിടെ മദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോഴത്തേക്ക് ആ പരിഹാരം മാറും. അതൊന്നും ഇല്ലാതെ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് തമാശകളൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നത്, അതിനുവേണ്ടി ധനം മുടക്കുന്നതൊക്കെ ഒരു വലിയ വിശേഷമാണ്. അതേപോലെ തന്നെ ആനക്കൊമ്പിൽ തീർത്ത ബുധപ്രതിമ ദാനം ചെയ്യുന്നത്, ആനക്കൊമ്പിൽ തീർത്ത ശ്രീകൃഷ്ണ പ്രതിമ ദാനം ചെയ്യുന്നത്, ആനക്കൊമ്പിൽ തീർത്ത കാര്യങ്ങൾ ദാനം ചെയ്യുന്നതൊക്കെ വളരെ വിശേഷം. ബുധൻ ഡെയിലി റൊട്ടീനുമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ബുധൻ പിഴച്ചാലും പിഴച്ചില്ലെങ്കിലും ബുധൻ്റെ കാരകത്വത്തിലുള്ള ഒരു ദേവതയെ നിങ്ങൾ നിത്യം ആശ്രയിക്കുന്നത് നന്നായിരിക്കും. അത് ഇപ്പം ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവതാര വിഷ്ണുക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗന്ധർവസ്വാമിയെ ആയിരിക്കാം, അല്ലെങ്കിൽ അപ്സരസ് പോലുള്ള അപ്സരസുകളൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലൊന്നും അല്ല. അതൊക്കെ ഭൗതിക വിജയങ്ങൾക്കായിട്ട് ആൾക്കാർ സാധനയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതാവാം. അതുപോലെ ബുധൻ്റെ കാരകത്വത്തിലുള്ള ദേവതകളെ ആരാധിക്കുന്നതും നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾക്കും ഡെയിലി കമ്മ്യൂണിക്കേഷൻസിനും ഡെയിലി കാര്യങ്ങൾക്കുമൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വൈദിക മന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓം ബുധായ നമ എന്നുള്ള മന്ത്രമാണ് പൊതുവെ എല്ലാവരും ജപിക്കുന്നത്. നാമമന്ത്രമാണ്, പൂജയ്ക്കും അതെടുക്കും. അപ്പോൾ ഇതെല്ലാം ബീജത്തോട് കൂട്ടിയിട്ടുള്ള ബുധമന്ത്രങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ദശമഹാവിദ്യകളിൽ ബുധൻ്റെ അതിദേവതയായിട്ട് ദശമഹാവിദ്യ സങ്കല്പത്തിൽ പറയുന്നത് മഹാത്രിപുര സുന്ദരിയാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമ നിത്യവും ജപിക്കുമ്പം ഭൗതികപരമായിട്ടുള്ള ഒരു ഉയർച്ചയും വരും. പക്ഷേ ത്രിപുരസുന്ദരിയെ തന്ത്രശാസ്ത്രത്തിൽ വേറെ ശുക്രനെയൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ ബുധൻ്റെ നോക്കും. വാഗ്ദേവതകളുള്ളത് കൊണ്ട് വാഗ്ദേവതകൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ത്രിപുരസുന്ദരിയെയും ദശമഹാവിദ്യകളിലെ ഇതിനായിട്ട് പ്രീതിപ്പെടുത്താം. അപ്പം വാഗ്ദേവതകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ലളിതാ സഹസ്രനാമം നിങ്ങൾ ജപിക്കുന്നതും നിങ്ങളുടെ ഡെയിലി പ്രശ്നങ്ങൾക്ക്, ബുധൻ പിഴച്ചവർക്ക് പൊതുവെ ഡെയിലി ഇഷ്യൂസിന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. ഇതിൻ്റെ ജീവിത രീതികളാണ്. ബുധൻ ജാതകത്തിൽ പിഴച്ചവർ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എപ്പോഴും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ പരിഹരിക്കേണ്ടത് 2 വശമാണ്. ഒന്ന് ഭൗതികപരമായിട്ടുള്ള വശവും ഒന്ന് ആധ്യാത്മികപരമായിട്ടുള്ള വശവും. അതായത് ഒന്ന് ഗ്രോസ് ആയിട്ടുള്ളതും മറ്റൊന്ന് സെറ്റിലായിട്ടുള്ളതും. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു ഹാർമണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത്. അപ്പോൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ഈശ്വര പ്രാർത്ഥന ചെയ്യുക. പക്ഷേ അതിന് നിരക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം. അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വായന, എഴുത്ത് ഇതൊക്കെ ശീലമാക്കുന്നതും ഭാഗവതം അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലുമൊക്കെ പാരായണം നിത്യവും ചെയ്യുന്നതും കൃഷ്ണകഥകൾ കേൾക്കുന്നതും കൃഷ്ണഭജനം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഗണിതശാസ്ത്രം, തത്വശാസ്ത്രങ്ങൾ ഒക്കെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക, മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പ്രഭാഷണങ്ങൾ നടത്തുക, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോകത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൂടുതൽ അറിയാനും ആശയവിനിമയം നടത്താനും ഗോസിപ്പുകളിൽ നിന്നും കൗശലങ്ങളിൽ നിന്നും പിന്മാറാനും ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ മനസ്സിൻ്റെ അസ്ഥിരതകൾ, അതേപോലെ എപ്പോഴുമുള്ള ഈ ഉത്കണ്ഠകൾ, ഞാൻ മുമ്പേ പറഞ്ഞ കൗശലവും ഗോസിപ്സും മറ്റുള്ളവരോട് ഒരു കുശുമ്പ് വരുന്നത്, ലാഭം, എപ്പോഴും ലാഭചിന്തയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് ചാടാൻ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ഒരു എന്താ പറയുക, എപ്പോഴും ഇൻട്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു സെൽഫ് ടോക്ക് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് ചാടണം. ഈ ഒരു
നെഗറ്റീവായിട്ടുള്ളൊരു ഗോസിപ്പ് മെൻറ്റാലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടണം. നമ്മൾ വളരെ കൗശലപരമായിട്ട് എല്ലാത്തിനും ലാഭം കൊണ്ട് മാത്രം കാണുന്ന അതിൽ നിന്ന് പുറത്ത് ചാടണം. റിയലായിട്ട് ചെയ്തു. എന്തിനാ ഈ മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ ചൊറിയാൻ വേണ്ടി ചെയ്യുന്നു? അല്ല, എന്തെങ്കിലും നേടണമെങ്കിൽ റിയലായിട്ട് അങ്ങ് ചെയ്തു. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. എന്തിനാണ് അത് കിട്ടാൻ വേണ്ടി വളഞ്ഞ വഴി ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് ബുധന് കർമ്മദോഷങ്ങൾ വലിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വര സാന്നിധ്യം ജീവിതത്തിൽ നിന്ന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ വിശ്വാസം, കർമ്മം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത പുലർത്തണം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ലോയലിറ്റി, ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ, അത് ജോലിയിലായിക്കോട്ടെ, സൗഹൃദങ്ങൾക്കിടയിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ഒരാളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ അയാളുടെ ക്യാരക്ടർ ഒരു വലിയ സീറോയായി മാറും. അതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, ഏത് ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു വളഞ്ഞ വഴി, കള്ളത്തരം കാണിക്കാൻ മുമ്പ് എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് ചാടാൻ നോക്കണം. ബോധപൂർവമായിട്ട് നിങ്ങളൊരു സ്ഥിരത ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു നിശ്ചിത സമയം സൈലൻറ്റ് മെഡിറ്റേഷനൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം സൈലൻറ്റ് മെഡിറ്റേഷൻ്റെ ഒക്കെ പേരിൽ വീട്ടിൽ പറഞ്ഞിട്ട് പലരുമായിട്ട് കറങ്ങാൻ പോക്കൊക്കെയാണ്. വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും സൈലൻറ്റ് മെഡിറ്റേഷനാണ്, പക്ഷേ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ വേറെ പലയിടത്തുമായിരിക്കും 3-4 ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കുള്ള സൈലൻറ്റ് മെഡിറ്റേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് മൗനവ്രതങ്ങൾ ആചരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ വാക്കിലും എഴുത്തിലും പ്രവൃത്തിയിലും പരമാവധി സത്യസന്ധത പുലർത്താൻ നോക്കുക. ബുധൻ്റെ കൗശലത ഉപയോഗിക്കാതിരിക്കുക. അറിവുള്ളത് കൊണ്ട് തർക്കിക്കാൻ അറിയായിരിക്കും. വക്രതയും കൗശലവും ഗണിതവും കാൽക്കുലേഷൻസ് ഒരുപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർക്ക് കൺസ്യൂമേറ്റ് ലയർ ആൻഡ് മാനിപ്പുലേറ്ററാണ് ബുധൻ എന്നുള്ളത് ഞാൻ ആ ബുധനെക്കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം ഇവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അത് നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാണ്. ഡിപ്രഷനാണ് അതിൻ്റെ റിസൾട്ടായിട്ട് വെച്ചിരിക്കുന്ന ഡിപ്രഷനാണ്. അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥിരത പുലർത്തുക, അഭിപ്രായങ്ങൾക്കൊരു സ്ഥിരത പുലർത്തുക, കർമ്മത്തിനൊരു സ്ഥിരത പുലർത്തുക, വിശ്വാസം, ട്രസ്റ്റിന് ഒരു സ്ഥിരത പുലർത്തുക. ഇത് വേണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബുധൻ്റെ പിഴച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് സ്ഥിരതയില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ബിഗ് സീറോ ആയിപ്പോവും. നിങ്ങളെ ആർക്കും ഒരു വിലയില്ലാതായിപ്പോവും. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മുകളിൽ പറഞ്ഞ പരിഹാരവും ജീവിത രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും നിത്യവും നിങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം നന്നായിട്ട് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആദിത്യം കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അങ്കാരം കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ദൈവാധീനത്തിൻ്റെ ഗ്രഹമായിട്ടുള്ള, എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹവുമായിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.